ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് മൺഡേയുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേയുടെ എനർജി എന്താണ്. ജാനുവരി 27 മൺഡേയുടെ എനർജി. അതുപോലെ തന്നെ 29 വെനസ്ഡേ വന്നിട്ട് ന്യൂ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. താങ്ക് യു. പായൽ നമ്പർ 1ൻ്റെ എനർജീസ് എന്താണ്? താങ്ക് യു. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി അറിവ്, ജ്ഞാനത്തിൻ്റെ എനർജിയാണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളുടെയും ട്രൂത്ത്, സത്യം തെളിഞ്ഞു വരുന്ന ഒരു എനർജി ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത്, എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോഴായിരിക്കാം, മ്യൂസിക് കേൾക്കുമ്പോഴായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു ആഹാ മൂമെൻറ്റ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അത് നിങ്ങളെ സ്പിരിച്വലി ഒത്തിരി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ജ്ഞാനത്തിൻ്റെ, നോളേജിൻ്റെ, കുറച്ച് പേർക്ക് വിദ്യാഭ്യാസമായിരിക്കാം, ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി, പോസിറ്റീവ് എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 9 ഓഫ് വോൺസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ടാകാം, പാസ്റ്റിൽ എന്തെങ്കിലും വിഷമങ്ങളായിരിക്കാം. കുറച്ച് പേര് ഒരു 5 ഓഫ് വോൺസിൻ്റെ എനർജിയിൽ എന്തെങ്കിലും ടെൻഷൻ, ആർഗ്യുമെൻറ്റ്സ്, കോമ്പറ്റീഷൻ്റെ എനർജി, ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്ട്രിക്ഷൻ, ഒരു നെഗറ്റീവ് വൈബ്രേഷനിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ബോഡിയാണ്, ഓക്കെ, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി കുറച്ചൊന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഓവർ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുക. ഒത്തിരി ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് മാനസികമായിട്ടുള്ള ഇമോഷണൽ എനർജിയിലായിരിക്കാം. അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇവിടെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ബാക്കിൽ ഡെവിലാണ് വന്നേക്കുന്നത്. ഡെവിലിൽ എഗെയിൻ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെയാണ്, എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്, അത് മറികടന്ന് ആ ഒരു ചാലഞ്ച് വരുന്ന സമയത്ത്, ആ ഒരു ടെംപ്റ്റേഷൻ വരുന്ന സമയത്ത് അത് മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അത് പല രീതിയിലായിരിക്കാം. വിസ്ഡത്തിൻ്റെ രൂപത്തിലായിരിക്കാം, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ, പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മൈൻഡ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ പല രീതിയിൽ ഈ ഒരു എനർജി പ്ലേ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലരുടെ വൈബ്രേഷൻ കാണുമ്പോൾ ഈ ഒരു എനർജി അവോയ്ഡ് ചെയ്യണം, ഈ ഒരു ഡിസിഷൻ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി ഇവിടെ കണ്ടോ. ഹെർമിറ്റ്, ഒത്തിരി വിസ്ഡം, അറിവ്, ജ്ഞാനം. കുറച്ച് പേർക്ക് ടീച്ചറിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു ടീച്ചറാണ്, മെൻറ്ററാണെങ്കിൽ അവിടെ ഒത്തിരി പോസിറ്റിവിറ്റി, മറ്റുള്ളവർക്ക് ഒത്തിരി ജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. പ്രായമായിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ പ്രകാശം, ഒരു ഹോപ്പ് കൊണ്ടുവരുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ടെമ്പറൻസ്, ബാലൻസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസിൻ്റെ എനർജി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരുന്നുണ്ടാകാം. കണ്ടോ, 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും ഓഫർ, എന്തെങ്കിലും എനർജി, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം.
അത് നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിർത്താനായിട്ടും ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒൺലി തിങ് കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ടെൻഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആൻസൈറ്റിയുടെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ പ്രിപ്പയർഡ് ആക്കി നിർത്തുന്നതാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന എനർജീസായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ന്യൂ ഐഡിയ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ട്രബിൾസ് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ആയിരിക്കാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേയുടെ എനർജി എന്താണ്. ജാനുവരി 27 പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. അതുപോലെ തന്നെ ജാനുവരി 29 അതായത് വെനസ്ഡേ വന്നിട്ട് ന്യൂ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയും നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പായൽ നമ്പർ 2യുടെ എനർജീസ് എന്താണ്? താങ്ക് യു. കുറച്ച് പേർക്ക് ഡെബ്യൂട്ടിൻ്റെ എനർജി, അതായത് നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു എനർജിയാണ്. ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫസ്റ്റ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ലഭിക്കാതെ വന്നിട്ടുണ്ട്, പിന്തുണ ലഭിക്കാതെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ദിവസം കുറച്ചും കൂടെ അവിടെ ഒരു ചേഞ്ച്, മാറ്റം വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെ മെസ്സേജസ് നോക്കാം. 2 ഓഫ് കപ്സിൻ്റെ എനർജി, എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ടിൻ്റെ എനർജി, സ്നേഹത്തിൻ്റെ എനർജി. കുറച്ച് പേർക്ക് കാരുണ്യമായിരിക്കാം, കമ്പാഷൻ്റെ എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഹെൽത്ത് ഇഷ്യൂസിലായിരിക്കാം ഒരു ഹീലിംഗ്, ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. കുറച്ച് പേർക്ക് ലിയോ എനർജി, ചിങ്ങരാശി ഇവിടെ ഫോക്കസിൽ വരുന്നുണ്ട്. ആ ഒരു വ്യക്തിയിൽ നിന്നിട്ട് എന്തെങ്കിലും പോസിറ്റീവ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സൈനിൽ ജനിച്ചവരായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ കുറച്ചൊരു പോസിറ്റിവിറ്റി, ഒരു മാറ്റം, ഒരു ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഹോം, ഫാമിലിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു യൂണിയൻ്റെ എനർജിയാണ്, യൂണിറ്റിയുടെ എനർജിയാണ്. കിങ് ഓഫ് സോഡ്സ്, മൂൺ. ഇന്ന് കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ പവർ നിങ്ങൾ കറക്റ്റ് സ്പേസിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി ലോജിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും ഇമോഷണൽ സൈഡും കുറച്ചുകൂടെ കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരണ സമയത്ത് നിങ്ങൾക്കൊരു ബിഗ് പിക്ചർ മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ എഗെയിൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു കമ്പാഷൻ, ആ ഒരു സ്പിരിച്വൽ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും സാഡ്നെസ് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയിലിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ലെറ്റ് ഗോയുടെ എനർജിയാണ്. എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരിക്കാം, ആൾക്കാരുടെ എനർജി ആയിരിക്കാം. അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം അത് പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ട്, നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഇവിടെ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കെമിക്കലായിരിക്കാം, നിങ്ങളുടെ ബോഡിക്ക് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അതെന്തെങ്കിലും റിയാക്ഷൻ കൊണ്ടുവരുന്നതായിട്ട്, എന്തെങ്കിലുമൊക്കെ അലർജി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫുഡായിരിക്കാം. അപ്പോൾ അതും കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ഈ ഒരു ദിവസം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അലർജി, ഫീവർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നന്നായിട്ട് നിങ്ങൾ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ബിൽഡിങ്സിൻ്റെ എനർജി, കെട്ടിടങ്ങൾ, ഹോം ആയിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് ഇന്നത്തെ ദിവസം ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 7 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ്, സംരക്ഷണത്തിൻ്റെ എനർജിയാണ്. ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ജലസിയുടെ എനർജി, അങ്ങനത്തെ എന്തെങ്കിലും അന്തരീക്ഷം, എൻവയറമെൻറ്റിൽ നിന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ് ആയിരിക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഒത്തിരി അവസരങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിന് കറക്റ്റ് പേയ്മെൻറ്റ് ലഭിക്കുക, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ചേർന്ന് ടീം വർക്കോടുകൂടി പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.